വണ്ടി വീണ്ടും കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ടാവുന്നു എന്ന് ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വണ്ടി കാണുമ്പോൾ നമ്മൾ അർജുൻ്റെ യാത്രയെക്കുറിച്ചുമൊക്കെ പലതവണ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ വരും. പക്ഷേ നമുക്ക് ഈ ഘട്ടത്തിൽ ആ ചോദ്യത്തിനെല്ലാം ഒരു ഉത്തരം വേണം. ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും അങ്ങനൊരു ഉത്തരം നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് കുടുംബം ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നും കണ്ടെത്തുമ്പോൾ ഇത് നമ്മുടെ വണ്ടിയുടെ ഭാഗമാണോ? നമ്മുടെ വണ്ടി എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. കാരണം അർജുൻ നമ്മുടേത് ഒരു കുടുംബത്തിലെ ഒരാളായി എന്നുള്ളത് കൊണ്ട് തന്നെ അർജുൻ ഉപയോഗിച്ച വാഹനവും ഇപ്പോൾ നമ്മുടെ വണ്ടി എന്ന അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ പ്രയോഗിക്കുന്നത് തന്നെ. നമ്മുടെ വണ്ടിയുടേതല്ല എന്ന് മനാഫ് പറയുമ്പോൾ നമുക്ക് അല്പം നിരാശയുണ്ടാവുന്നു. പക്ഷേ എങ്കിലും തീർച്ചയായും നമ്മുടെ ഹൈഡ്രോളിക് ജാക്കി അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നത് വലിയ പ്രതീക്ഷയാണ്. വീണ്ടും ഈശ്വർ മാൽപ്പെ രണ്ടാമത്തെ ഡൈവിങ്ങിന് തയ്യാറെടുക്കുന്നു. ഒന്നാമത്തെ ഡൈവിംഗ് 9.5 മിനിറ്റ് നീണ്ടിരുന്നു. കണ്ടെത്തിയത് ഒരു ലോഹഭാഗമാണ്. അതൊരുപക്ഷെ ടാങ്കറിൻ്റെ ഷാക്കിൾ പിൻ സ്ക്രൂ ആയിരിക്കാം. ഇനി രണ്ടാമത്തെ ദൗത്യത്തിന് വേണ്ടി രണ്ടാമത്തെ ഡൈവിംഗ് തയ്യാറെടുക്കുന്നു. വീണ്ടും ഡൈവിംഗ് 10:29 ഡൈവിംഗ് ആരംഭിക്കുന്നത്. ആ ഡൈവിങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വീണ്ടും നമുക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. എവിടെയാണ് ഈ ഈശ്വർ മാൽപ്പെ മുങ്ങുന്നത് എന്നതിൻ്റെ ലൊക്കേഷൻ കൂടി മാർക്ക് ചെയ്ത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ഗംഗാവലിയുടെ പുഴയുടെ പരപ്പിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് ഈശ്വർ മാൽപ്പെ മുങ്ങിയ സ്ഥലമാണ്. നേരത്തെ മുങ്ങിയതിന് തൊട്ടടുത്താണ്, അല്പം താഴെയായിട്ടാണ് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ മുങ്ങുന്നത്. നമുക്കൊപ്പം അഭിലാഷും അർജുൻ കല്യാടും തത്സമയം ചേരുന്നുണ്ട്. 2 ഡൈവർമാരും മുങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിലാഷും അർജുൻ കല്യാടും കേൾക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ ഡൈവ് ചെയ്ത് ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി അല്ലേ? ഈ ഭാഗത്തേക്ക് ട്രക്ക് ഉണ്ടോ എന്നും സംശയമുണ്ട്. ഈ ഒരു നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തി ഏകദേശം ഇതേ സ്ഥലം കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ തൊട്ടം അടുത്ത് തന്നെയാണ് ഇതുപോലെ ഡീസൽ ടാങ്ക് 28-നും 10:29-നുമാണ് രണ്ടുപേരും ഒരേ ദിശയിലേക്ക് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ നൽകിയിരിക്കുന്ന സഹ ഡൈവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളത് പുഴയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ രണ്ടുപേരും ഇവിടെ പരിശോധന നടന്നത്. ഇപ്പോൾ ഏതാണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുകയാണെങ്കിൽ കുമിളകൾ വരുന്നത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 10-15 മീറ്ററോളം ദൂരത്തിലാണ് ഇപ്പോൾ അവർ തെരച്ചിൽ നടത്തുന്നതെന്ന് വേണം കരുതാൻ. കാരണം നേരത്തെ ഈ ഡീസലിൻ്റെ അംശം കണ്ടെത്തിയിരുന്ന അതിൻ്റെ പാട കണ്ടെത്തിയിരുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പരിശോധന നടത്തുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നേരത്തെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരുന്ന ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പുതിയൊരു ഉപകരണങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഷാക്കിൾ എന്ന് പറയുന്ന മറ്റൊരു പിന്നു കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറേ കൂടി താഴത്തേക്ക് വന്നതിന് ശേഷം അവിടെ നിന്നുള്ളൊരു പരിശോധന നടത്തുകയും ചെയ്തത്. ഏതായാലും ഇവിടെ നിന്ന് മുകൾ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലായിരിക്കും അവർ തിരച്ചിൽ നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രണ്ടുപേരും ഒരേ സ്ഥലത്താണ് ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നതെന്ന് വേണം കാണാൻ. കാരണം സഹ ഡൈവർ ഇപ്പോൾ മുകളിലോട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് സമീപത്തായി തന്നെയാണ് ഈശ്വർ മാൽപ്പയും അവിടെ നിന്ന് തിരച്ചിൽ നടത്തുകയും ചെയ്തത്. അവർ രണ്ടുപേരും ഒരേ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് വേണം കരുതാൻ. കാരണം ആ തീരത്തോട് ചേർന്നുള്ള ആ ഭാഗങ്ങളിലുള്ള ആ മേഖലകളിലാണ് ആദ്യ പരിശോധന നടത്തുന്നത്. അത് നേരത്തെ തന്നെ അവർ പറയുകയും ചെയ്തിരുന്നു. ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും പുഴയുടെ മധ്യഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആദ്യ ദൃശ്യങ്ങളിൽ കാണാം ഒരു ഡൈവർ ഇപ്പോൾ ആഴത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ? 2 മിനിറ്റ് കൊണ്ട് ഒരു ഡൈവർ ഇപ്പോൾ ഡൈവിംഗ് പൂർത്തിയാക്കി ഇപ്പോൾ തീരത്തേക്ക് വരുന്നുണ്ട്. പടർപ്പുകളുണ്ട് ആ ഭാഗത്ത്, അതുകൊണ്ട് ദൃശ്യം അല്പം മറയുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാണാം. ഇത് ഈശ്വർ മാൽപ്പെ അല്ല, ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം ഡൈവ് ചെയ്തയാളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാട് അവിടെ നിന്ന് കാഴ്ച കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ആ പടർപ്പുകൾക്കിടയിലേക്ക് അവർ പോയിട്ടുണ്ട്. അതായത് നേരത്തെ മുങ്ങിയ സ്ഥലത്ത് നിന്നും താഴേക്കാണോ ഇപ്പോൾ ഈ ഡൈവർ പോയത്? അരുൺ, അതായത് നേരത്തെ നമ്മൾ തിരച്ചിൽ നടത്തിയതിൻ്റെ അല്പം കൂടി താഴേക്ക് ഏകദേശം ഒരു 10-20 മീറ്റർ താഴേക്കാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തിയിട്ടുള്ളത്. 2 ഡൈവർമാരും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഡൈവ് ചെയ്തിട്ടുള്ളത്. അതിനെ ചുറ്റിപ്പറ്റി തന്നെയുള്ളൊരു പരിശോധന നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മാൽപ്പയോടൊപ്പം തന്നെ മാൽപ്പയുടെ സഹ ഡൈവർ നേരത്തെ തന്നെ, അതായത് അല്പസമയം മുമ്പ് അദ്ദേഹം ഡൈവ് ചെയ്തതിന് ശേഷം പൊങ്ങി വന്നിരുന്നു. പക്ഷേ മാൽപ്പെ ഇപ്പോഴും വെള്ളത്തിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ അണ്ടർ വാട്ടർ ടോർച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിശദമായ പരിശോധന തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്ക് ആ ടോർച്ചും തന്നെ കാണാം. സഹ ഡൈവറുടെ പേര് നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി ഈ മേഖല, അതായത് നേരത്തെ ഈ ഡീസൽ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയതിന് ഒരു അല്പം ഒരു 10-20 മീറ്റർ മാറി തന്നെയാണ് ഇവരുടെ ഒരു ആ സറൗണ്ടിങ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാൽപ്പെ വെള്ളത്തിൽ തന്നെയാണ് ഉള്ളത്. മാൽപ്പയുടെ സഹ ഡൈവർ ഇപ്പോൾ വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ സമയം മാൽപ്പെ ചിലവഴിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടു. ഏകദേശം ഒരു 10 മിനിറ്റോളം സമയം തന്നെ മാൽപ്പെ ഈ വെള്ളത്തിനടിയിൽ ചിലവഴിച്ചിരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു വസ്തു ശ്രദ്ധയിൽപ്പെടുകയും അവിടെയുള്ള അതിന് മുകളിൽ
മുകളിലുള്ള ശരി, നമുക്ക് മണ്ണൊക്കെ മാറ്റി മാൽപ്പേ മുങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്ക് കൂടി ഒന്ന് ഒരു ക്യാമറ നമുക്ക് അങ്ങോട്ട് കൊടുക്കാവുന്നതാണ്, ഫോക്കസ് ചെയ്യാവുന്നതാണ്. നമുക്കവിടെ ലൊക്കേഷൻ ഇട്ട് തന്നെ മാൽപ്പേ ഇപ്പോൾ മുങ്ങിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ വിഷ്വൽസ് കൂടെ കൊടുക്കാം. മാൽപ്പയുടെ സഹഡൈവറാണ് ഇപ്പോൾ 2 മിനിറ്റ് ഡൈവ് ചെയ്തതിന് ശേഷം കരയ്ക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലും അണ്ടർ വാട്ടർ ടോർച്ചുണ്ട്, എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. 9.5 മിനിറ്റാണ് ആദ്യ ഡൈവിങ്ങിൽ ഈശ്വർ മാൽപ്പേ എടുത്തത്. ആ 9.5 മിനിറ്റിലെ ഡൈവിങ്ങിനു ശേഷം ഷാക്കിൾ സ്ക്രൂ പിന്നുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ഇപ്പോൾ 4 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കൊടുക്കാം. ഇപ്പോൾ ഈശ്വർ മാൽപ്പേ മുങ്ങിയ സ്ഥലത്തിലെ ദൃശ്യങ്ങൾ കൂടി ഫോക്കസ് ചെയ്യാവുന്നതാണ് എന്ന് തോന്നുന്നു. നമുക്ക് ലൊക്കേഷൻ തന്നെ കൊടുത്തുകൊണ്ട് ചെയ്യാം. ഈശ്വർ മാൽപ്പേ ഓരോ തവണ പൊങ്ങുമ്പോഴും എന്തെങ്കിലും ഓരോ പാർട്ടുമായിട്ട് വരുന്നു. ഇന്നലെ 4 തവണ, മൊത്തം 4 തവണ മുങ്ങിയിട്ടുണ്ട്. 4 തവണയും 4 പാർട്ടുകൾ കിട്ടി. ഒരു തവണ കിട്ടിയത് ഹൈഡ്രോളിക് ജാക്കി, ഒന്ന് ലോറിയുടെ തടിഭാഗം, മറ്റൊന്ന് ലോറിയുടെ മറ്റൊരു ചെറിയ തടിഭാഗം. ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ടാങ്കർ ലോറിയുടേതാകാമെന്ന് നമ്മൾ സംശയിക്കുന്ന ഷാക്കിൾ സ്ക്രൂ പിന്നാണ്. ഇനിയിപ്പോൾ 5ാമത്തെ മുങ്ങലാണ് ഇന്നലെയും ഇന്നുമായി ഈശ്വർ മാൽപ്പേ നടത്തുന്നത്. ഇന്നത്തെ 2ാമത്തെ ഡൈവിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഈശ്വർ മാൽപ്പയോടൊപ്പം ഡൈവ് ചെയ്തയാൾ ഇപ്പോൾ കരയ്ക്ക് കയറിയിട്ടുണ്ട്. ഈശ്വർ മാൽപ്പയുടെ ഡൈവിംഗ് ഇപ്പോൾ തുടരുകയാണ്. 4.5 മിനിറ്റ് പിന്നിട്ടു, 5 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു ഈശ്വർ മാൽപ്പയുടെ ഡൈവിംഗ്. 10:29 ഈശ്വർ മാൽപ്പേ ഡൈവ് ചെയ്തത്. 10:34 ആയിരിക്കുന്നു ഈശ്വർ മാൽപ്പേ ഇപ്പോൾ പോയിരിക്കുന്നത്. ജാക്കിയും ഷാക്കിൾ സ്ക്രൂ പിന്നും ലോറിയുടെ തടിഭാഗവും കണ്ടെത്തിയ ഭാഗത്താണ്. അവിടെ ആഴത്തിൽ ഏകദേശം 40 അടിയോളം താഴത്തിലായിരിക്കും ഈശ്വർ മാൽപ്പേ ഇപ്പോൾ തെരച്ചിൽ നടത്തുക. കയ്യിൽ അണ്ടർ വാട്ടർ ടോർച്ചുണ്ട്, കാണാൻ പറ്റുന്ന വിസിബിലിറ്റിയാണ്. മാത്രവുമല്ല എല്ലാവിധ സന്നാഹങ്ങളുമുണ്ട്. ആഴങ്ങളിൽ അർജുനായി, പുഴയാഴങ്ങളിൽ മറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവനായി തെരച്ചിൽ ഈശ്വർ മാൽപ്പേ തുടരുമ്പോൾ കേരളമെമ്പാകെ, ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ടെലിവിഷൻ ചാനലുകളിലൂടെയും യൂട്യൂബിലൂടെയും ഈ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും പ്രേക്ഷകർക്ക് കാണാം. നമുക്ക് ലൊക്കേഷൻ കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈശ്വർ മാൽപ്പേ ഗംഗാവലി പുഴയുടെ ആഴത്തിൽ ഏകദേശം 40 അടിയോളം താഴ്ചയിൽ മുങ്ങുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീരത്ത് നിന്നും ഒരു 50-55 അടി അകലെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പേ നിൽക്കുന്നത്. ഈശ്വർ മാൽപ്പേ മുങ്ങിയിട്ടിപ്പോൾ 5.5 മിനിറ്റ് പിന്നിടുകയാണ്. നേരത്തെ 9.5 മിനിറ്റാണ് ആദ്യത്തെ ഡൈവിങ്ങിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കണ്ടെത്തിയത് ചുവന്ന നിറത്തിലുള്ള ഷാക്കിൾ സ്ക്രൂ പിന്നാണ്. ഇനി എന്താണ് ഈശ്വർ മാൽപ്പേ കണ്ടെത്തുക എന്നതാണ് നമ്മൾ കൗതുകപൂർവ്വം. ഈശ്വർ മാൽപ്പേ ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. 7 മിനിറ്റാണ് ഈശ്വർ മാൽപ്പേ, അല്ലേ? ഏകദേശം 7 മിനിറ്റ്, 10:35 6.5 മിനിറ്റാണ് ഈശ്വർ മാൽപ്പേ 2ാമത്തെ ഡൈവിന് എടുത്തിരിക്കുന്നത്. 6.5 മിനിറ്റ് ഡൈവ് ചെയ്ത് ഈശ്വർ മാൽപ്പേ ഉയർന്നിരിക്കുന്നു. പക്ഷേ ഈശ്വർ മാൽപ്പയുടെ കയ്യിൽ മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും ഈശ്വർ മാൽപ്പേ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. ഈശ്വർ മാൽപ്പയുടെ കയ്യിലുള്ള അണ്ടർ വാട്ടർ ടോർച്ച്, ബാക്കി ക്രമീകരണങ്ങളെല്ലാം ഈശ്വർ മാൽപ്പേ ഉറപ്പുവരുത്തുന്നു. ഇന്നത്തെ 2 ഡൈവിംഗ് പൂർത്തിയായി. ആദ്യത്തെ ഡൈവിംഗ് 9 മിനിറ്റ് 30 സെക്കൻഡുമായിരുന്നു. 2ാമത്തേത് 6 മിനിറ്റും 30 സെക്കൻഡുമായിരുന്നു. 2 ഡൈവിംഗ് ഇപ്പോൾ പൂർത്തിയാക്കി. 2 ഡൈവിംഗും കൂടെ 16 മിനിറ്റ് നേരമാണ് ഈശ്വർ മാൽപ്പേ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അണ്ടർ വാട്ടർ ടോർച്ച് ഒന്ന് മാറ്റാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ആവശ്യപ്പെടുക. അണ്ടർ വാട്ടർ ടോർച്ചിലൂടെയാണ് ഈശ്വർ മാൽപ്പയ്ക്ക് ഈ ലോറിയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ സാധിക്കുക. ഷാക്കിൾ സ്ക്രൂ പിൻ കണ്ടെത്തി, ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തി, 2 തടിഭാഗങ്ങൾ കൂടി ലോറിയുടേതായി കണ്ടെത്തി. ഇന്നലെയും ഇന്നുമായി 5 ഡൈവിങ്ങുകളാണ് ഈശ്വർ മാൽപ്പേ നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ 2ാമത്തെ ഡൈവിംഗ് ഇപ്പോൾ പൂർത്തിയാക്കി. 6.5 മിനിറ്റുള്ള ഡൈവിംഗ് പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പേ ഇപ്പോൾ വീണ്ടും 2ാമത് പുഴയാഴങ്ങളിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഡൈവിങ്ങിൽ ഒന്നും തന്നെ ഈശ്വർ മാൽപ്പയ്ക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും നിർണായകമായത് ജാക്കി കണ്ടെത്തിയ തീരത്തു നിന്നും 50 അടിയോളം അകലെ 145 അടിയോളം താഴ്ചയിലുള്ള ഭാഗത്താണ് ഇന്നലെ ജാക്കി കണ്ടെത്തിയത്. സമാനമായ സ്ഥലത്താണ് ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നത്. ജാക്കി മനാഫും ആ ജാക്കി വാങ്ങിയ മുനീബും റിപ്പോർട്ടിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഷാക്കിൾ സ്ക്രൂ പിൻ അത് ലോറിയുടേതല്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. റിപ്പോർട്ടർ TV നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലും ആ കമ്പാരിസണിലും ഷാക്കിൾ സ്ക്രൂ പിൻ നമ്മുടെ ലോറിയുടേതല്ല. നമ്മുടെ ലോറി എവിടെ എന്നതാണ് ചോദ്യം. നമ്മുടെ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. ഇനി 3ാമത്തെ ഡൈവിന് വേണ്ടി ഈശ്വർ മാൽപ്പേ തയ്യാറെടുക്കുന്നു. അന്തരീക്ഷം അനുകൂലമാണ്, മഴയില്ല, പക്ഷേ വലിയ വെയിലിൻ്റെ തെളിച്ചവുമില്ല.